ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുബാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇന്നത്തെ ഒരു വിശേഷം കേട്ടാലോ. നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും അങ്ങനെ നമ്മുടെ സുഭാഷിൻ്റെ കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി. കാരണം 11:30 കഴിഞ്ഞിട്ട് നമ്മുടെ നിധി എത്തിയിട്ടില്ല. അമ്പലനട അടയ്ക്കാറായി. പൂജാരി വന്നിട്ട് ചോദിച്ചു, അല്ല പെൺകുട്ടി എത്തിയോ? അപ്പോൾ നിധിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. അവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം സുധീഷ് പറഞ്ഞു, തിരുമേനി പെൺകുട്ടി ഇത് നടക്കില്ല, പെൺകുട്ടി വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പൂജാരി വേറൊന്നും ചെയ്തില്ല. ആ തട്ടത്തിൽ നിന്ന് ആ താലി എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ കല്യാണം എന്തായാലും നടക്കില്ലല്ലോ. അങ്ങനെ നമ്മുടെ സുഭാഷ് ആ താലി ചെന്ന് മേടിക്കുകയാണ് കേട്ടോ. അതൊരു വല്ലാത്തൊരു സീനാണ് കേട്ടോ. പാവം, എത്രയാണെങ്കിലും ആഗ്രഹിച്ച് തന്നെയാണ് സുഭാഷ് ആ അമ്പലനടയിൽ നിന്നത്. നമ്മുടെ വിവാഹം കഴിക്കാമെന്ന ആഗ്രഹത്തോടെ തന്നെയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പോലും ഒരു തുണയില്ലാണ്ട് അത് നടക്കില്ല ഇനി അത് നടക്കില്ല എന്നുള്ള കാര്യം സുഭാഷിന് മനസ്സിലായി. അങ്ങനെ തിരുമേനിയുടെ കയ്യിൽ നിന്ന് സുഭാഷ് എന്നെ ആ താലി മേടിക്കാനായിട്ടോ. അപ്പോൾ നമ്മുടെ സുധീഷ് ചോദിക്കും, തിരുമേനി പൈസ എന്തെങ്കിലും? എന്ത് പൈസയിടോ, ദൈവം പോലും തുണയ്ക്കാത്ത കല്യാണത്തിന് എന്ത് ഇതാ തരണേന്ന് പറഞ്ഞിട്ട് തിരുമേനി അങ്ങ് പോവാണ് കേട്ടോ. നിധിയാണെങ്കിൽ കരച്ചിലാണ്. എന്ത് പറയണം, സുഭാഷ് ഏട്ടൻ്റെ മുന്നിൽ നിൽക്കാൻ പോലും നിധിക്ക് തോന്നാത്തൊരു സിറ്റുവേഷനാണ്. എന്ത് പറയണമെന്നോ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ ഒന്നും അറിയില്ല. അവരെല്ലാവരും, സുധീഷാണെങ്കിലും ശരി, ഹരീഷാണെങ്കിലും നിതീഷ്, അവരൊന്നും പിന്നെ വിഷമം പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷെ നിധിക്ക് അത് പറ്റിയില്ല. നിധി പൊട്ടി കരയാണ്. വീണ്ടും സുഭാഷിൻ്റെ അടുത്ത് ചെന്നിട്ട് കൈ തൊഴുതുകൊണ്ട് സുഭാഷ് ഏട്ടാ മാപ്പാക്കണേന്ന് പറയണം. അപ്പോൾ സുഭാഷിന് നിധിയുടെ കരച്ചിൽ കാണുമ്പോൾ അതിൽ നിന്ന് സങ്കടമാവുകയാണ്. എൻ്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ കരയില്ല, നീ ഇങ്ങനെ കരയണ കാണുമ്പോഴാണ് എനിക്ക് അതിലേറെ വിഷമം. നീ ഒന്ന് കരയാതിരിക്കാവോ? ഇത് വിധിച്ചിട്ടില്ല ദൈവം, നമുക്കത് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ പോരെ. നിങ്ങളിങ്ങനെ ആരും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വാ മക്കളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സുഭാഷ് ആ താലി ഇങ്ങനെ സുധീഷിൻ്റെ കയ്യിൽ, ഇതാ നീയല്ലേ ഇത് വാങ്ങിയത്, നീ തന്നെ വെച്ചു എന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്തിട്ട് അങ്ങോട്ട് വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. ആ നടന്നു പോകുന്നൊരു സീനൊക്കെ കണ്ടിട്ട് അവർക്ക് ശരിക്കും നാലുപേർക്കും ഭയങ്കര വിഷമമാവണേ. നിധിയാണെങ്കിൽ ഒരേ കരച്ചിലും. അവസാനം സുധീഷും നികേഷൊക്കെ പറഞ്ഞു, ഏട്ടത്തി കരയണ്ട, ഏട്ടത്തി ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ, സുനന്ദ വന്നില്ല, അതുകൊണ്ട് ഇതിപ്പം നടന്നില്ല. എന്നാലും ഞാനല്ലേ ഇതിനെല്ലാം ഒരുക്കിയത്, അതുകൊണ്ട് എനിക്ക് ആകെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിധി കരയണം. അങ്ങനെ അവർ വീട്ടിലെത്താണ്. ഈ സമയം സുനന്ദയുടെ വീടൊന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ സുനന്ദ ഇങ്ങനെ സെറ്റിയിലിരിക്കുകയാണ്. സുനന്ദ സമയം നോക്കിയാണ് 11:30, അവരൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടാവും എന്നിങ്ങനെ സുനന്ദ മനസ്സിൽ കരുതയാണ്. പാവം നിധിക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ്, സുഭാഷ് ഏട്ടനും അണിഞ്ഞൊരുങ്ങി വന്നതല്ലേ, അവരൊക്കെ തിരിച്ചു പോയി കാണുമെന്നുള്ള സങ്കടത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ സുനന്ദയുടെ അമ്മ പതുക്കെ എഴുന്നേറ്റ് വന്ന് സുനന്ദയുടെ അടുത്ത് പറയാണ് കരഞ്ഞുകൊണ്ട്, എടി മോളെ, നിന്നെ ഞാൻ വിശ്വസിച്ചോട്ടെ, അച്ഛൻ വരുമ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട. കാര്യം എന്ന് വെച്ചാൽ ആ മനുഷ്യനതൊരിക്കലും താങ്ങാൻ പറ്റില്ല എന്ന് പറയാണ്. നീ എനിക്ക് വാക്ക് തരണം, അച്ഛനോട് പറയരുത്, നിന്നെ ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് സുനന്ദ അമ്മയെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരയാണ്. കാരണം വെച്ചാൽ വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നേ. അപ്പോൾ അങ്ങനെ അവർ സുനന്ദയുടെ മനസ്സ് മാറ്റി എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ സുഭാഷ് വന്ന പിന്നെ ഡ്രസ്സൊക്കെ മാറി ജോലിക്ക് പോവാണ്. കാരണം പിറ്റേ ദിവസം കണ്ടോ വാർക്കയുണ്ട്, അവർ പണിയുന്ന വീടിൻ്റെ മെയിൻ വാർക്ക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണി അധികം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. അങ്ങനെ വൈകിട്ടായപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നിധിയും സുധീഷും പിന്നെ നിതീഷും ഹരീഷൊക്കെ. അപ്പോൾ സുഭാഷ് വരെയാണ്. എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കണേ? അപ്പോൾ ഉടൻ തന്നെ വീണ്ടും നിധി കരഞ്ഞുകൊണ്ട് വീണ്ടും തൊഴുത് മാപ്പ് പറയണേ. എൻ്റെ പൊന്നും മോളെ, നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് തൊഴല്ലേ, എനിക്കത് വല്ലാത്ത വിഷമമാണ്. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടാ ഓക്കെ ആണോ ഏട്ടാ? ഞങ്ങൾക്കൊരു ഇതില്ല, മനസ്സിനൊന്നും ഒരു സമാധാനമില്ല. എന്തിനാടാ, നമ്മളത് രാവിലെ പറഞ്ഞെല്ലാം ക്ലിയർ ചെയ്തതല്ലേ, നടക്കാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇനി അത് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അവരെല്ലാവരും കാര്യങ്ങൾ പറഞ്ഞ് സുഭാഷ് എന്നെ സമാധാനിപ്പിച്ചു. അപ്പോൾ സുഭാഷ് പറഞ്ഞു, ഉച്ചയ്ക്ക് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നിതീഷിൻ്റെ പൈസ കൊടുത്തായിരുന്നു, നിങ്ങൾ ഫുഡ് മേടിച്ച് കഴിച്ചോ? അപ്പോൾ നിതീഷ് പറഞ്ഞു, കഴിച്ചു കേട്ടാ, കഴിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത്
സുഭാഷ് പറയുന്നുണ്ട്, എടാ സുധീഷേ നീ നിധീനെ കൊണ്ടുവന്ന് ആ ഒരു മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് നിധിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ നമുക്ക് പുറത്തു പോയി കുറച്ച് നേരം നിൽക്കാമെന്ന് പറയുന്നുണ്ട്, ഒരു ഒരു ഫ്രഷ് എയറൊക്കെ ഒന്ന് കൊള്ളട്ടെ, അപ്പോഴേക്കും നിധിയുടെ മൈൻഡൊക്കെ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ നിധിയും സുധീഷും കൂടെ പുറത്തു പോയി നിൽക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് നിധി ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. എന്നാണ് ഞാൻ കാരണമല്ലേ സുഭാഷ് ചേട്ടൻ ഇത്രയേറെ വിഷമിക്കേണ്ടി വന്നത്, പക്ഷെ സുനന്ദ എനിക്ക് വാക്ക് തന്നതാണ്, അതുകൊണ്ട് മാത്രം സുധീഷ് ഞാൻ ഇതിനെല്ലാം തയ്യാറായി എന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നമ്മൾ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയല്ല നിധി സുനന്ദേനെ, അവൾ അങ്ങനെ വാക്ക് പാലിക്കണമെന്നും ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു. പിന്നെ നിധി ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളും ഇതിനിറങ്ങിയത്. അപ്പോൾ എന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്, ചിലപ്പോൾ അവളുടെ വീട്ടിലെ ആ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, കാരണം അവളെ പിടിച്ച് പൂട്ടിയിടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമായിരിക്കും എന്ന രീതിയിലും സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ നിധി കുറേയൊക്കെ സമാധാനപ്പെടുത്താൻ സുധീഷിനെ സഹായിച്ചു കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നടക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിടോ, താൻ എന്നാലും എൻ്റെ ഏട്ടനും എൻ്റെ വീടിനും വേണ്ടിയിട്ടൊക്കെ ഇത്രയും സ്നേഹം കാണിക്കാനാണ്, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും ഈ ഒരു കല്യാണ കാര്യത്തിൽ നഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറയണേ സുഭാഷ്. അപ്പോൾ നിധി ചോദിക്കും അതെന്താ, അപ്പോൾ പറഞ്ഞു, ഒരു താലിമാല മേടിക്കാൻ പവനം മേടിക്കാനായിട്ട് പോയ സമയത്ത് അവിടെ ചെന്നപ്പോൾ രൂപ 62,000 പണിക്കൂലി ഉൾപ്പെടെ, പിന്നെ അത് 2 ഗ്രാമിലോട്ട് ഞാൻ ഒതുക്കി, അപ്പോഴും കൊടുക്കണം രൂപ 33,000 കയ്യിലാകെ 6,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് റെഡിയാക്കിയൊക്കെയാണ് എല്ലാം തയ്യാറാക്കിയത്, കാരണം ഈ ട്രാവൽസിലെ പൈസയിൽ അവിടെ ഇവിടെ പെട്ട് കിടക്കുകയാണ്, സമയത്തൊന്നും ഒക്കണ്ടേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നിധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, എൻ്റെ കയ്യിൽ അന്ന് സ്വർണം കൊടുത്തതിൻ്റെ സുധീഷിന് തന്നതിൻ്റെ ബാക്കി പൈസ ഇരിപ്പുണ്ട്, ഞാൻ അത് തരാം. അയ്യോ താൻ ഇങ്ങനെ എപ്പോഴും എനിക്ക് പൈസ തരാമെന്നൊന്നും പറയണ്ട, എൻ്റെ ഏട്ടൻ്റെ കാര്യം കൂടെ അല്ലേ ഞാനത് മുടക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നിധി പറയും, നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ പന്തലിടാനും മറ്റുമൊക്കെ ആയിട്ട് എന്തോരം പൈസ അവർ മുടക്കിയത്, സുഭാഷ് ഏട്ടനും ഹരീഷും ഒക്കെ ചേർന്നിട്ട്, അതുകൊണ്ട് നമ്മൾ ഇത്രയല്ലേ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധീഷ് പറയും, ഓ അതെന്ത് കല്യാണം, നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നടത്തിയൊരു കല്യാണമല്ലേ, അതുകൊണ്ട് എന്ത് പ്രയോജനം. എന്നിട്ട് നിൻ്റെ നിധി പറയണത്, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിലും എനിക്കൊരു സമാധാനമായിട്ട് ഇവിടെ നിന്ന് പോവാനോ ഇങ്ങോട്ട് അല്ല, എന്നാലും ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടതെന്ന് നിധി പറഞ്ഞു. അപ്പോൾ സുധീഷ് ചോദിച്ചു, ഇയാളെന്താ പറയണേ, അതല്ല ഇനിയിപ്പോൾ അമ്മ വന്നു, പിന്നെ ഞാൻ, പിന്നെ ദേ സുനന്ദ, അങ്ങനെ പറഞ്ഞു, അപ്പോൾ 3 പെൺകുട്ടികളാവുമല്ലോ, അപ്പോൾ പിന്നെ പെണ്ണ് വാഴില്ല എന്നുള്ളൊരു ഡയലോഗ് ആരും ഇവിടെ പറയില്ലല്ലോ എന്നിങ്ങനെ നിധി പറഞ്ഞു. അപ്പോൾ സുധീഷ് മനസ്സിൽ ചിന്തിച്ചു, ഓ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടത്തണത് അപ്പം അതിലേക്കാണല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്തായാലും താൻ ഒരു കാര്യം ചെയ്യുക, അകത്ത് പോയി ചേട്ടനും അനിയത്തിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിച്ചിരിക്കുക, ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കയറി പോകണം. അപ്പം നിധിക്ക് മനസ്സിലായി സുധീഷിന് എന്തോ വിഷമമായിട്ടാണ് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞതെന്നുള്ളത്. എന്നിട്ട് സുധീഷ് കയറി പോകണം കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ ആവുന്ന സമയത്ത് നമ്മുടെ പിന്നെ സുഭാഷ് വന്നിട്ട് പറയും, എനിക്കിന്ന് പണി ചെയ്യുന്ന വീട് മെയിൻ വാർക്കയാണ്, കുറച്ച് നേരത്തെ പോകണം, അപ്പോൾ ചോറ് സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ, രാവിലത്തേക്കും ഉച്ചത്തേക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് എല്ലാവരുടെ കൂടെ പറയുന്നത്, അത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, അതെ ഫുഡിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ സുഭാഷ് ചേട്ടാ, എൻ്റെ രാവിലത്തെ കോഫി കിട്ടിയില്ലല്ലോ, അയ്യോടാ ഞാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കോഫി ഇടേണ്. അപ്പം നിധി ചോദിച്ചു, ഓ ആ മനുഷ്യനെ ഒന്ന് മനസ്സിലാക്കാൻ പോലും ഈ സുധീഷിന് പറ്റുന്നില്ലല്ലോ, കാണുമ്പോൾ പറഞ്ഞു പോണതാ. അപ്പം പറയുന്നുണ്ട്, എന്താടോ, അതെ കോഫിയൊക്കെ ഒന്ന് പോയി ഇട്ട് കുടിച്ചിട്ടു, അതിന് എനിക്ക് കോഫിയൊന്നും ഇടാൻ അറിഞ്ഞൂടാ എന്ന് സുധീഷ് പറഞ്ഞു. കഷ്ടമുണ്ട് കേട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാസ്കരൻ കയറി വരെയാണ്. എന്നിട്ട് അടുക്കളയിലോട്ട് ചെന്നിട്ട്, ഇന്ന് എന്താടാ കഴിക്കാനുള്ളത്, ഇന്നിപ്പോൾ ചോറും സാമ്പാറും വെച്ചാന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, വിശന്ന് വയറ് കത്താന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോറും സാമ്പാറും എടുത്തുകൊണ്ട് വന്നിട്ട് ഹോളിൽ ഇരുന്ന് കഴിക്കുകയാണ്, തറയിലിരുന്ന്. അപ്പോഴാണ് നമ്മുടെ സുഭാഷിനൊരു കോള് വരുന്നുണ്ട്, ആ ബായി വിളിക്കുന്നതാണ്, അതായത് ബായിയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരമൊക്കെ ഒരു വണ്ടി പിടിച്ച് ഒരു കാറിൽ അവരെ തിരുവനന്തപുരമൊക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാമോ സുഭാഷ് ചേട്ടാന്ന് ചോദിച്ചാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുഭാഷ് നേരെ സുധീഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എടാ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ബായിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് ബംഗാളിൽ നിന്ന്, അവരെ ഒന്ന് തിരുവനന്തപുരം മൊത്തം കാണിക്കണം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്ന് കറക്കണം നീ എന്ന് പറയും. അപ്പോൾ പറയും, എത്ര രൂപയാവുമെന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയും, അതിപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരാകുമ്പോൾ ഒരു 4,000 രൂപയോ, ഓ അത്രയൊന്നും അവൻ്റെ കയ്യിൽ ഉണ്ടാവൂലടാ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ
നമ്മുടെ നിധി പറയും കുറച്ച് കൊടുക്കുക, നിങ്ങളുടെ ട്രാവൽസ് അല്ലേ, അപ്പോൾ പിന്നെ നിങ്ങളല്ലേ റേറ്റൊക്കെ പറയണത്, അപ്പം കുറച്ച് കൊടുത്തുകൂടെ എന്ന് ചോദിക്കും. അപ്പം ഭാസ്കരൻ ചോദിക്കും ട്രാവൽസോ, ആരുടെ, എവൻ്റെയോ? ആ സുധീഷിൻ്റെ ട്രാവൽസ് ആണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പിന്നെ സുധീഷിൻ്റെ വണ്ടിക്ക് സുധീഷിൻ്റെ ഇഷ്ടമുള്ള റേറ്റ് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഭാസ്കരൻ ഇരുന്ന് ഭയങ്കര ചിരിക്കുകയാണേ. അപ്പോൾ ഭാസ്കരൻ ചോദിക്കും നിനക്ക് എന്താ പറ്റിയ മോളെ, ഇവൻ നിന്നെ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറഞ്ഞ് വലിപ്പിച്ചിരിക്കണേ. അപ്പോൾ നിങ്ങളുടെ അല്ലേ ഈ ട്രാവൽസ് അത് ട്രാവൽസ് വേറൊരുത്തൻ്റെ, അവിടെ കൂലിക്ക് പറഞ്ഞ ഒരു ഡ്രൈവർ മാത്രമാണ് ഈ നിൽക്കണ സുധീഷ്, നിന്നെ ഇവൻ പലതും പറഞ്ഞ് പറ്റിക്കും. അവസാനം നിധി പറഞ്ഞ് അതെ, കള്ളങ്ങളെല്ലാം കൂടെ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞ സമയത്ത് ഈ കള്ളവും പൊളിക്കും എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു, പിന്നെ നാച്ചുറലി പൊളിയട്ടെ എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ഭാസ്കരൻ പറഞ്ഞു എൻ്റെ മോളെ, നിൻ്റെ വീട്ടിൽ ഒരു ഡ്രൈവറായിട്ടല്ലേ ഇവൻ വന്നത്, പിന്നെ നീ എങ്ങനെ വിശ്വസിച്ചു? ഈ വീട്ടിൽ വന്നിട്ട് നിനക്കത് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായായിരുന്നു വെച്ചാൽ ഇയാളുടെ വായിൽ നിന്ന് അത് പൊളിയട്ടെ എന്ന് കരുതി തന്നെ വെയിറ്റ് ചെയ്തതാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നിധി ഇയാളെ ലോക പെരും കള്ളനാന്ന് പറഞ്ഞിട്ട് നിധി കുറച്ച് എടുത്തിട്ട് പോകണം കേട്ടോ. സുധീഷാണെങ്കിൽ ആകെ നാണം കേടാ, ഹരീഷും നിതീഷും ഒക്കെ ഇരുന്ന് ഓരോ ഇത് പറഞ്ഞ് കളിയാക്കുകയാണ്. എൻ്റെ പൊന്നും സുധീഷേ, നിനക്ക് നന്നായിക്കൂടെ എന്ന് പറയുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ ദേഷ്യം വരും. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അതെ, എന്തെങ്കിലുമൊക്കെ കാണിക്കുക, എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് സുഭാഷ് അങ്ങ് പോവാണ്. അപ്പം സുധീഷ് അവിടെ നിന്നിട്ട് പറയും സമാധാനമായല്ലോ. അപ്പം ഭാസ്കരൻ പറയും ഇപ്പോഴാണ് വയറ് നിറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാണ്. അവസാനം സുധീഷിന് ഭ്രാന്ത് പിടിച്ചിട്ട് സുധീഷ് നേരെ അവിടെ നിന്ന് നമ്മുടെ നിധിയുടെ അടുത്ത് ചെല്ലുകയാണ്. നിധി തുണി കയ്യിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടൻ സഹായിക്കാനായിട്ട് ചെല്ലുമ്പോൾ നിധി പറയും വേണ്ട അവിടെ നിന്നാൽ മതി, ഞാൻ ചെയ്തോളാം. അതെ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത് തുറന്ന് പറയാൻ ഇരുന്നത് തന്നെയാണ്, അവസരം കിട്ടാത്തതുകൊണ്ടോ? അവസരം കിട്ടാത്തതുകൊണ്ട് താൻ എന്നാ നന്നാവണേ? പിന്നെ താൻ ഇനി ഏതെങ്കിലും കമ്പനിയുടെ പിന്നെ വണ്ടിയുടെ കമ്പനിയുടെ MD എന്ന് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് നിധി ഇങ്ങനെ ചാടയാണ്. താൻ എന്നെ വഴക്ക് പറയലിടോ എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും പറയാണ്. എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് നിധി മിണ്ടാണ്ടിരിക്കുമ്പോൾ പറയും അതെ, പറ്റിപ്പോയടോ, അന്ന് ഒരുമിച്ച് എല്ലാം കൂടെ പറഞ്ഞപ്പോൾ ഓരോന്നായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് പറ്റിപ്പോയതാണ്, തന്നെ ഞാൻ ഇനി വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് നിധി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. താൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്, ഈ വീട്ടിലെ ബാക്കിയുള്ളവരൊന്നും ഇങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആവുകയാണേ. ഇനിയിപ്പോൾ വരുന്ന അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്ന സീനും കാര്യങ്ങളും, ഇനിയിപ്പോൾ നമ്മുടെ പിന്നെ സുഭാഷിൻ്റെ കാര്യങ്ങൾ ആണ്. അതായത് നമ്മുടെ സുനന്ദയുടെ കല്യാണ നിശ്ചയത്തിന് തൊട്ട് മുന്നേ ആയിട്ട് ആ പയ്യൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നത് അവർ നേരെ ഭാസ്കരൻ്റെ മുമ്പിലാണ് പെൺകുട്ടിയെക്കുറിച്ച് തിരക്കാനായിട്ട് വരുന്നത്. അപ്പോൾ മിക്കവാറും ഭാസ്കരൻ സുനന്ദയുടെ കല്യാണം മുടക്കുന്ന രീതിയിലുള്ള ഡയലോഗായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച വിശേഷങ്ങളൊക്കെയാണ് ഇനി അടുത്ത ദിവസം വരാനിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറന്നുകൊണ്ട് കേട്ടോ. ഒപ്പം പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ എന്ന മറ്റൊരു ചാനലിൽ നമ്മുടെ മടുതോരും മുമ്പ് ഇന്നത്തെ വിശേഷം ഇന്നലെ രാത്രി 9 മണിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കേട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.